പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലൂടെ ഈസ്റ്റ് ബംഗാൾ ടീമിലേക്ക് എത്തിച്ച ഒരു താരമാണ് മെസ്സി ബൗളി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ ഈസ്റ്റ് ബംഗാൾ ചെന്നൈ FC മത്സരത്തിൽ മെസ്സി ബൗളി അവൈലബിൾ ആണ്. സ്റ്റാർട്ടിംഗ് 11-ൽ അദ്ദേഹത്തിന് അവസരം ലഭിച്ചില്ലെങ്കിലും ബെഞ്ചിൽ മെസ്സി ബൗളി ഉണ്ട്. ഇന്നത്തെ മത്സരം രണ്ട് ടീമുകളെ സംബന്ധിച്ചും വിജയം അനിവാര്യമായിട്ടുള്ള മത്സരം തന്നെയാണ്. ISL ആരാധകരെല്ലാം മുറ്റുനോക്കുന്നത് ഇനി ഈ ഒരു സീസണിൽ ഏതൊക്കെ ടീം പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ആകുമെന്നാണ്. പോയിന്റ്സ് ടേബിളിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പോയിന്റ്സ് ടേബിളിൽ 9ാം സ്ഥാനത്തുള്ള പഞ്ചാബിന് വരെ പ്ലേ ഓഫിൽ ക്വാളിഫൈ ആവാൻ ചാൻസ് ഉണ്ട്. പഞ്ചാബിന് ഇനി 6 മത്സരങ്ങളാണ് അവശേഷിക്കുന്നത്. അതിൽ നിന്ന് 11 പോയിന്റുകൾ നേടിയാൽ മാത്രമേ പ്ലേ ഓഫിൽ ക്വാളിഫൈ ആവാൻ സാധിക്കുകയുള്ളൂ. അതായത് ഇനി അവശേഷിക്കുന്ന മത്സരങ്ങളെല്ലാം പഞ്ചാബിന് നിർണായകമാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യമെടുത്ത് നോക്കുകയാണെങ്കിൽ ഇനി ടീമിന് 5 മത്സരങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതിൽ ഓൾമോസ്റ്റ് എല്ലാ മത്സരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയിച്ചേ മതിയാകൂ. അടുത്ത മോഹൻ ബഗാനെതിരെയുള്ള മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുകയാണെങ്കിൽ അത് വലിയൊരു അഡ്വാൻറ്റേജ് ആകും. മാത്രമല്ല, ഒരു മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മത്സരം കൂടിയാണ്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് 5 മത്സരങ്ങളിൽ നിന്നും 10 പോയിന്റുകളോളം നേടേണ്ടതുണ്ട്. ഒഡീഷയ്ക്കാവട്ടെ 5 മത്സരങ്ങളിൽ നിന്നും 9 പോയിന്റുകൾ നേടിയാൽ മാത്രമേ പ്ലേ ഓഫിൽ ക്വാളിഫൈ ആവാൻ സാധിക്കുകയുള്ളൂ. ബ്ലാസ്റ്റേഴ്സിന് ഇനിയുള്ള 5 മത്സരങ്ങളിൽ 4 മത്സരത്തിലെങ്കിലും വിജയിച്ചേ മതിയാകൂ. ഇനിയുള്ള മത്സരങ്ങളെല്ലാം ഫൈനൽ മത്സരം പോലെ കാണേണ്ടതുണ്ട്. അടുത്തൊരു വാർത്ത മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ താരമായിട്ടുള്ള ഡിമിട്രി പെട്രാഡോസുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. പെട്രാഡോസിന് ഇഞ്ചറി ഉണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഡിമിട്രി പെട്രാഡോസിന്റെ തുടയെല്ലിന് പരിക്കേറ്റിട്ടുണ്ട്. 10 ദിവസത്തോളം താരം ടീമിൽ നിന്നെല്ലാം മാറി നിന്നേക്കുമെന്നൊക്കെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. താരത്തിന്റെ MRI എല്ലാം കഴിഞ്ഞിട്ടുണ്ട് എന്നും, എന്നാൽ ഇതുവരെ റിപ്പോർട്ട്സ് ഒന്നും പുറത്തു വന്നിട്ടില്ല എന്നാണ് ഈ ഒരു വാർത്തയിൽ വ്യക്തമാക്കുന്നത്. ഈ ഒരു വാർത്ത സത്യമാണെങ്കിൽ പെട്രാഡോസ് അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള മത്സരത്തിൽ കളിക്കാൻ ചാൻസ് കുറവാണ്. മാത്രമല്ല, ഗ്രെഗ് സ്റ്റുവർട്ടും അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള മത്സരത്തിൽ കളിച്ചേക്കില്ല. 4 യെല്ലോ കാർഡിന്റെ സസ്പെൻഷൻ കാരണം കൊണ്ട് തന്നെ ഗ്രെഗ് സ്റ്റുവർട്ട് ആ ഒരു മത്സരത്തിൽ അവൈലബിൾ ആയിരിക്കില്ല. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഇത് ഗുണം ചെയ്യുന്ന കാര്യം തന്നെയാണ്. ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളെല്ലാം താഴെയൊന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ISLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.